ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ദർഭത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നമ്മേക്കാൾ പ്രായം കൂടിയവർ, പ്രായം കുറഞ്ഞവർ, സമപ്രായക്കാർ, ജാതി വർണ്ണ വർഗ വ്യത്യാസം തന്നെ എത്ര പേര് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒരു ദിവസം കൂടി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെയാണോ ഈ വചനം, ദൈവശബ്ദം കേൾക്കുന്നത്? സമാധാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ലോകം തരുന്ന സമാധാനമുണ്ട്, ദൈവം തരുന്ന സമാധാനമുണ്ട്. ചില ആളുകൾ പറയും ദൈവമില്ല, ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ലോകം ഇങ്ങനെയായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേട്ട് വിമർശിച്ചത് കൊണ്ടോ വിധിച്ചത് കൊണ്ടോ നമുക്ക് സമാധാനം കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. ലോകം തരുന്ന സമാധാനത്തിന് പിന്നാലെ അനേകര് പോയിട്ട് പരാജയപ്പെട്ട് ജീവിതം തകർന്നടിഞ്ഞ അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. ലഹരിയുടെ പുറകെ, അല്ലെങ്കിൽ പാപത്തിന്റെ പുറകെ, സമാധാനത്തിന് വേണ്ടി പല കുറുക്കുവഴികൾ തേടുന്നവരുണ്ട്. സമാധാനം നഷ്ടപ്പെടുന്നതിന്റെ പ്രധാന കാരണം തെറ്റ് ചെയ്യുന്തോറും സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഈ സമാധാനം, ദൈവം തരുന്ന സമാധാനം എങ്ങനെയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നത്? ദൈവമായിട്ട് നമുക്കൊരു നല്ല ബന്ധത്തിലേക്ക് വരുന്നെങ്കിൽ. ഞാനൊരു ഭാവിയാണ്, യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ഈ യേശുവിനെ എന്നെ കർത്താവ് രക്ഷകരം ഞാൻ സ്വീകരിക്കുന്നു. ഈ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ സമാധാനമാണ് ഇന്നിവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. ദൈവം തരുന്ന സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവായ യേശുവിൻ്റെ ആ സ്വരം, ശബ്ദം അത് കേട്ട് ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ യേശുവിന്റെ സമാധാനം നിങ്ങളിലേക്ക് കടന്നു വരും. ദൈവവചനത്തിൽ ഒരു വാക്യം വായിച്ചിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം വായിക്കുകയാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്കരുത്, ഭ്രമിക്കുകയും വരുന്ന്. കർത്താവ് പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. സമാധാനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് മരണഭയം മാറിപ്പോ. നാളെ എന്ത് സംഭവിക്കും? ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ദൈവവചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, സമാധാനമില്ലാതെ, ഉറക്കമില്ലാതെ, കണ്ണുനീരിൻ്റെ അനുഭവം, ജീവിതം തകർന്നടിഞ്ഞ്, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എത്രയോ പേരാണ് ഓരോ ദിവസവും ആത്മഹത്യ ചെയ്യുന്നത്. ഒരിക്കൽ പരിഹാരമാണോ? അല്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലെന്ന് അവർ ചിന്തിക്കുന്ന. മരണത്തിന് ശേഷം ബൈബിൾ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മരണം കഴിഞ്ഞാൽ ന്യായവിധിയുണ്ട്. പക്ഷെ ജീവനോടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നീറുന്ന ഏത് വിഷയമാണെങ്കിലും ആ വിഷയം പരിഗണിച്ച് യേശു ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം തരും. ആ സമാധാനം ഉള്ളത് കൊണ്ട് ഞാൻ വ്യക്തമായി പറയുകയാണ്, ദൈവത്തിൽ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിന്റെ സമാധാനം ദൈവം നിങ്ങൾക്ക് ഇപ്പോൾ തരുവാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേർക്ക് വേണം? ബൈബിളിൽ നോക്കുമ്പോൾ ഒരു ദൂതപുത്രനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ കർത്താവ് പറഞ്ഞൊരു ഉപമയാണ്. ഒരു മനുഷ്യൻ 2 മക്കളുണ്ടായിരുന്നു. ഇളയവൻ എന്ത് ചെയ്തു? അപ്പന്റെ സ്വത്ത് മേടിച്ചു. അവൻ പോയി ദൂരയാത്ര ചെയ്തു. മുതലെല്ലാം നഷ്ടപ്പെട്ടു. അവൻ തൊഴിൽനടപ്പുകാരനായിട്ട് ജീവിച്ചു. അവന്റെ ജീവിതം എന്ത് ചെയ്തു? ഇഷ്ടം പോലെ, തോന്നിയതുപോലെ ജീവിച്ചു. ഇന്നത്തെ യുവതലമുറ, കോളേജുകളിൽ പഠിച്ചു കഴിഞ്ഞ ഇളം തലമുറയൊക്കെ തോന്നിയതുപോലെ, ബോധിച്ചതുപോലെ ജീവിക്കുക. പക്ഷെ ആ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കിട്ടത്തില്ല. അതിന്റെ അവസാനം നിത്യമായ മരണത്തിൽ എത്തിച്ചേരുകയാണ്. സമാധാനം കിട്ടുവാൻ ഒരേ ഒരു വഴി ഈ ദൈവം തരുന്ന സമാധാനം. ആ ദൂതപുത്രൻ എന്ത് ചെയ്തു? അവന്റെ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ സ്നേഹിതരെല്ലാം അവനെ വിട്ടുമാറി. ആര് ഫ്രണ്ട്സ് ഇല്ല. അവൻ പിടിച്ചു നിൽക്കണ്ടേ? ഒരു ഭവനം പോയി ആശ്രയിച്ചു. പക്ഷേ പന്നിയെ മേയ്ക്കാനുള്ള ജോലി കിട്ടി.
അതിൻ്റെ ആഹാരം കൂടി ആ വാളവര പോലും ആഗ്രഹിച്ചിട്ട്, ആ പയർ ആഗ്രഹിച്ചിട്ട് പോലും കിട്ടിയില്ല. അവൻ ചിന്തിച്ചിട്ട് അപ്പൻ്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങിപ്പോകും. അപ്പനോട് ഞാൻ പറയും, അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു, ഇനി നിന്റെ മകൻ വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. പക്ഷേ അവന്റെ അനുതാപം, അവന്റെ സമർപ്പണം കണ്ട് അപ്പൻ മനസ്സറിഞ്ഞ് ഓടി അവനെ കെട്ടിപ്പിടിച്ചിട്ട് അവന് ചില നന്മകൾ കൊടുക്കുവാനിടയായി അല്ലേ. ഒരു നല്ല അങ്കി, കൈക്ക് മോതിരം, കാലിന് ചെരുപ്പ് അവനെ അംഗീകരിച്ചെങ്കിൽ യേശു പറഞ്ഞൊരു കഥയാണ്. അങ്ങനെയെങ്കിൽ ഈ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. പാപവഴികൾ ഉപേക്ഷിച്ച്, അശുദ്ധി ഉപേക്ഷിച്ച് ദൈവത്തിലേക്കൊന്ന് മടങ്ങി വരുവാൻ തയ്യാറായാൽ ഈ അപ്പൻ, ഈ ദൈവം നിങ്ങളെ സ്വീകരിച്ച് ഈ ദൈവീയ സമാധാനം കർത്താവ് നിങ്ങൾക്ക് തരും. ആമേൻ. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 48 വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കാണുന്നുണ്ട്. ഒരു രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിന്റെ വസ്ത്രം തൊട്ടു, യേശുവിൽ നിന്നുള്ള ശക്തി പുറപ്പെട്ടു. അവിടെ രോഗം മാറിക്കഴിഞ്ഞപ്പോൾ കർത്താവോട് പറഞ്ഞു, നീ സമാധാനത്തോടെ പോകാം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുണ്ടോ? കർത്താവിന്റെ അടുക്കൽ ആര് വന്നാലും യേശു സമാധാനം തരും. ഈ സമാധാനം ഇന്ന് ലോകത്തിൽ കിട്ടത്തില്ല. മാർക്കറ്റിൽ പോയാൽ കിട്ടുമോ? ഇല്ല. ഈ ലോകത്തിൽ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോയാൽ കിട്ടുമോ? ചില വിചാരിക്കുന്ന ടൂറ് പോയാൽ മനോഹരമായ കുന്നം, തെരുവ്, കുന്ന്, അതുപോലെ മലനിരകൾ, നല്ല പച്ചലതാദികൾ, അല്ലെങ്കിൽ പുഴ, കടല്, ലോകത്തിന്റെ പല ഭാഗങ്ങളൊക്കെ പോയ അല്പം നേരത്തേക്കൊന്ന് ആസ്വദിക്കാതെ കഴിഞ്ഞ് വീണ്ടും മനുഷ്യൻ അസ്വസ്ഥനാണ്. കുടുംബജീവിതം തകർന്ന് ഡിവേഴ്സ് കേസുകളൊക്കെ ഇപ്പോൾ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മേ, പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അമ്മേ, ബൈബിൾ പറയുന്ന ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെയെങ്കിൽ ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേക ഭാവികളായി തീർന്നെങ്കിൽ ഏകന്റെ അനുസരണത്താൽ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു എന്തിനായി ലോകത്തിൽ വന്നത്? മാനവജാതിയുടെ പാപം മുഴുവൻ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച്, പക്ഷെ 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. പ്രിയ സ്നേഹിതരെ, ഈ സമയം ഇതുവരെ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചില്ലെങ്കിൽ ഈ സമയം ഞാനൊരു ഭാവിയാണെന്ന് സംബന്ധിച്ചുകൊണ്ട് കർത്താവ് യേശുവിന് വേണ്ടി നിങ്ങൾ ഹൃദയം കൊടുക്കാൻ തയ്യാറാകുന്നുണ്ടോ? പാപവഴി ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നുണ്ടോ? അമ്മ ഒരിക്കൽ യേശുവിനെ സ്വീകരിച്ച് ഇന്ന് ദൈവത്തിൽ നിന്ന് മാറി ജീവിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ വിളിക്കുന്നു, മാടി വിളിക്കുന്നു. കടന്നു വാ, കടന്നു വാ, യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വാ. പാപങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ, അമ്മേ യേശുവിനായി ഹൃദയം ഒന്നുകൂടി വിട്ടുപോലെ സമർപ്പിക്കുമ്പോൾ, കർത്താവിന്റെ ഉള്ളത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ സമാധാനം നമ്മിൽ ഭരിക്കുവാനിടയായിത്തീരും. കർത്താവ് നിങ്ങളുടെ ജീവിതം പണിതെടുക്കും. ഒരു ചില്ല് പ്ലേറ്റ് താഴെ വീണ്, ഒരു ചില്ല് ഗ്ലാസ് താഴെ ഉടഞ്ഞു പോകുന്നത് പോലെ, ഉടഞ്ഞു പോയതുപോലെ നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ തകർച്ചയിലായിരിക്കാം, കണ്ണുനീരിലായിരിക്കാം. ദിവസങ്ങളായി ഉറങ്ങിയിട്ട് ജീവിതത്തിൽ എന്നെ സ്നേഹിപ്പാൻ ആരുമില്ലേ, എനിക്ക് ആരുമില്ലേ എന്ന് ചിന്തിക്കുമ്പോൾ, നിങ്ങൾക്ക് ആരുമില്ല എന്ന് തോന്നുന്നെങ്കിൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. God is love. Jesus loves you. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ യേശു കർത്താവ് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് കടന്നു വരും. കണ്ണുനീര് തുടയ്ക്കുന്ന കർത്താവ്. യേശു തരുന്ന സമാധാനം എന്നേക്കും നിലനിൽക്കും. അതുകൊണ്ടല്ലേ കർത്താവ് ക്രൂശിതനായപ്പോൾ എന്ത് ചെയ്തു? അത്ര അത്ഭുതം അടയാളം ചെയ്ത കർത്താവ് ആ വന്നവരെ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അവരൊക്കെ എന്ത് ചെയ്യും? തകർന്നു പോകും. യേശു അത് സഹിച്ച എന്തിനു വേണ്ടിയാ? നമുക്ക് പകരമായി യേശു കുരിശിൽ മരിച്ചു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? യേശു നമുക്ക് വേണ്ടി ജീവൻ വഴി, നമുക്ക് വേണ്ടി രക്തം ചീന്തി. യേശുവിന്റെ രക്തം സകലമാവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ കർത്താവായ യേശുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഞാൻ വാക്കുകളെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുക. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, വചനം കേട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജീവിതത്തിൽ യാതൊരു പ്രത്യാശയില്ലാതെ എന്തിന് ഞാൻ ചിന്തിക്കുന്നു? എന്നെ സ്നേഹിക്കുക, എന്നെ അംഗീകരിക്കാൻ എനിക്ക് ആരുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് വ്യാകുലതയോടുകൂടി പല രോഗങ്ങളും, പല കഷ്ടങ്ങളും, ഭാരങ്ങളും, ഒറ്റപ്പെടലും, തിരസ്കരണത്തിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഈ സമയം നിന്റെ ജനത്തിന് വേണ്ടി ഇപ്പോൾ അവിടുത്തെ കരം വയ്ക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവരുടെ മേൽ അവിടുത്തെ കരം വയ്ക്കണമേ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവീയ സമാധാനത്താൽ നിറയട്ടെ. രോഗബന്ധനങ്ങൾ വിട്ടുമാറട്ടെ.
ദൈവത്തിന്റെ കരം നിന്റെ ജനത്തിന് മേൽ വയ്ക്കുമാറാകണമേ. ഇതുവരെ കർത്താവെ അങ്ങേ രക്ഷകനായി സ്വീകരിക്കാതിരുണ്ടെങ്കിൽ ഇന്ന് ദൈവമേ അങ്ങേ രക്ഷകൻ കർത്താവായി സ്വീകരിക്കുവാൻ കോണം ഹൃദയം ഒരുക്കി കൊടുക്കുന്നവരുടെ മേൽ ഇപ്പോൾ അങ്ങയുടെ കരം വയ്ക്കുമാറാകണമേ. ഉച്ച മുതലുള്ള കാലൂരെ ദൈവശക്തികൾ നിറയട്ടെ. കർത്താവ് യേശുവിന്റെ സമാധാനം നിന്റെ ജനത്തിന് മേൽ ഇപ്പോൾ വന്നു ചേരട്ടെ. കർത്താവിന്റെ സമാധാനം നിന്റെ ജനത്തിന് മേൽ അയച്ചതിനായി സ്തോത്രം. അതിവേരോടുന്ന ദൈവത്തിന്റെ വചനം വെച്ച് പിടിപ്പിച്ചതിനായി സ്തോത്രം. കുഞ്ഞുങ്ങൾ, വലിയവർ, സഹോദരി സഹോദരൻ എല്ലാവരും പല രാജ്യങ്ങളിൽ വചനം കേൾക്കുമ്പോൾ ഈ സമയം തന്നെ അവർ നിന്റെ ജനത്തിന് മേലൊക്കെ തൊടുവാറാകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുകയാണ്. പ്രാർത്ഥനയുള്ളതിനായി നന്ദി. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണം പിതാവേ. ആമേൻ. God bless you all.